ഭക്ഷണം നൽകുക പോലൊരു മഹത്തരമായ കർമ്മം വേറെയില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഏറ്റവും വലിയ ദാനം അന്നദാനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു അന്നദാനം നടത്തുന്ന ക്ഷേത്രം, ജീവനുള്ള ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തെക്കുറിച്ച്, അതായത് സായി നാരായണാലയത്തെക്കുറിച്ച് നമുക്ക് വളരെയേറെ മനസ്സിലാക്കാനുണ്ട്. ശ്രീ ആനന്ദ് കുമാർ സാർ തന്നെയാണ് ഏറ്റവും ഉചിതമായി നമുക്ക് നാരായണാലയത്തെക്കുറിച്ചെന്നല്ല, സായി ഗ്രാമത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും, ഓരോ പുതിയ പുതിയ പ്രോജക്റ്റുകളും, ഓരോ ഊർജ്ജവും ശരിക്കും അദ്ദേഹം സ്വപ്നം കണ്ടതും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ നിന്നുണ്ടായി വന്നതുമാണ്. അതിന് അദ്ദേഹത്തിനെ ഭഗവാൻ നിയുക്തനാക്കിയിരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. നമസ്കാരം സാർ. നാരായണാലയത്തില് ഏതാണ്ട് ഇപ്പോൾ എത്ര പേര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇതുവരെ? ഏകദേശം ഞങ്ങളൊരു റഫായിട്ടുള്ള കണക്കിൽ 4 കോടിയിലധികം ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും തന്നെ ഏകദേശം 25,000 ആളുകൾ പുറത്തുനിന്ന് കുട്ടികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ സായിഗ്രാമം കാണാൻ വരുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആര് വന്നാലും പേര് പോലും എഴുതണ്ട, നേരെ അതിൻ്റെ അകത്ത് കയറിയിരിക്കുക. ആ സമയത്ത് എന്താണ് ഭക്ഷണം, ആ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അന്നം ബ്രഹ്മമാണ് എന്ന് മാത്രമല്ല, അന്നം സത്യമാണ്. അന്നമാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം. അന്നദാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കലവറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്ഷേത്രമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് പലപ്പോഴും ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സും പലരും പറയും, ചെറിയൊരു കൂപ്പൺ വെച്ചൂടെ, അല്ലെങ്കിൽ ചെറിയൊരു പൈസ മേടിച്ചൂടെ എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ വലിയൊരു